എല്ലാവർക്കും പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ചാപ്റ്റർ 1-ലെ നമ്പർ കൺവേർഷൻസ് എന്ന ടോപ്പിക്കിലെ ബാക്കിയുള്ള നമ്പർ കൺവേർഷൻസിനെ കുറിച്ചാണ്. അതിൽ നമുക്ക് ഇന്ന് കാണാം ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. A binary number can be converted into its decimal equivalent by summing up the product of each bit and its weight. Weights are some power of 2, that is 2 raised to 0, 2 raised to 1, 2 raised to 2, etc. ഒരു ബൈനറി നമ്പർ നമുക്ക് തരുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? സമ്മിങ് അപ്പ് ദ പ്രോഡക്റ്റ് ഓഫ് ഈച്ച് ബിറ്റ് ആൻഡ് ഇറ്റ്സ് വെയ്റ്റ്. തന്നിരിക്കുന്ന ബൈനറി നമ്പറിലെ ഓരോ ബിറ്റിനെയും അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം സമ്മിങ് ചെയ്യുകയാണെങ്കിൽ എല്ലാം സം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡെസിമൽ നമ്പർ കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 11011 ടു ഡെസിമൽ. ഇവിടെ ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ഈ ബൈനറി നമ്പറിലെ ഓരോ ബിറ്റിനെയും നമുക്ക് ഒന്നുകിൽ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. ഏതായാലും ശരി, ഓരോ ബിറ്റിൻ്റെയും പൊസിഷണൽ വാല്യൂ അതിൻ്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നോക്കൂ, ആദ്യം കാണുന്ന ബിറ്റ് 1 ആണ് അല്ലേ. 1ൻ്റെ പൊസിഷണൽ വാല്യൂ എന്താണ്? 4 ആണ്. എങ്ങനെ കിട്ടി? 0 1 2 3 4. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? 2 raised to 4. അപ്പോൾ 1 എന്ന ബിറ്റിനോട് കൂടെ ആ ബിറ്റിൻ്റെ വെയിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 1 into 2 raised to 4. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ബിറ്റിനെ സം ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് പ്ലസ് നമ്മൾ നോട്ട് ചെയ്തു. ഇനി അടുത്ത ബിറ്റിനെ നോക്കാം. 1 ആണ്. സോ 1 into അതിൻ്റെ പൊസിഷണൽ വാല്യൂ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 raised to 3. പ്ലസ് അടുത്ത ബിറ്റ് 0 ആണ്. സോ 0 into വെയിറ്റ് 2 raised to 2. പൊസിഷണൽ വാല്യൂ 2 ആണ്. സോ 2 raised to 2. പ്ലസ് അടുത്ത ബിറ്റ് 1 into അതിൻ്റെ വെയിറ്റ് 2 raised to 1. പ്ലസ് 1 into 2 raised to 0. ലാസ്റ്റ് 1ൻ്റെ പൊസിഷൻ വാല്യൂ 0 ആണ്. സോ വെയിറ്റ് എന്ന് പറയുന്നത് എന്നാൽ 2 raised to 0. ഇനി ഇതെല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അടുത്ത ലൈനിൽ നമ്മൾ കൊടുക്കുകയാണ്. എന്ത് ചെയ്യുന്നത്? 16 ആണ് ഇവിടെ കാണുന്നത്. എങ്ങനെ കിട്ടി 16? 2 into 2 into 2 into 2. 2 raised to 4 എന്ന് പറയുന്നത് അതാണ്. സോ ആ പ്രൊഡക്റ്റ് അങ്ങോട്ട് എഴുതി 16. പ്ലസ് 1 into 2 raised to 3 എന്ന് പറയുന്നത് എന്താ? 2 into 2 into 2 into 1, ദാറ്റ് ഈസ് 8. പ്ലസ് ഈ ടേം നമ്മൾ നോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ? 2 raised to 2 നമുക്കറിയാം 4 ആണ്. 4-നോടുകൂടെ 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ ടേം 0 ആയിട്ട് പോയി. അപ്പോൾ അത് നോട്ട് ചെയ്യണില്ല. അടുത്ത 1 into 2 raised to 1, ദാറ്റ് ഈസ് 2 ആണ്. 2 നോട്ട് ചെയ്തു. പ്ലസ് 1 into 2 raised to 0. 2 raised to 0ൻ്റെ വാല്യൂ 1 ആണ്. സോ 1. ഇനി ഇതെല്ലാം സം ചെയ്ത് നമുക്ക് ആൻസർ കിട്ടിയത് 27. സോ 27 ആണ് നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിൻ്റെ ഈക്വലന്റ് ഡെസിമൽ നമ്പർ. നമ്മൾ എന്തെഴുതി? 27 ബേസ് 10. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 110010 ബേസ് 2 ടു ഡെസിമൽ. നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന മെത്തേഡ് നോക്കാം. അതിൽ ആദ്യം കാണുന്ന ബിറ്റിന്റെ പൊസിഷണൽ വാല്യൂ എന്തായിരിക്കും? 6 ആണല്ലേ. എങ്ങനെ കിട്ടി? 0 1 2 3 4 5 6. സോ അതിൻ്റെ വെയിറ്റ് 1 into 2 raised to 6 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അതിനുശേഷം പ്ലസ് ഇട്ടു. ദെൻ 1 into 2 raised to 5. അടുത്ത 1ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 raised to 5 ആണ്. പ്ലസ് അടുത്ത ബിറ്റ് എന്താണ്? 0 ആണ് അല്ലേ. സോ 0 into 2 raised to 4 പ്ലസ് 0 into 2 raised to 3 പ്ലസ് 0 into 2 raised to 2 പ്ലസ് 1 into 2 raised to 1 പ്ലസ് 0 into 2 raised to 0. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാണ്. 2 raised to 6ൻ്റെ വാല്യൂ എന്താണ്? 64 പ്ലസ് 2 raised to 5 32 പ്ലസ് ഈ 3 ടേംസും 0 ആയി പോയി.
അത് നോട്ട് ചെയ്യണില്ല. പ്ലസ് 1 ഇൻറ്റു 2⁻1 2 പ്ലസ് ഇതും 0 ആണ്, കാരണം 0 ഇൻറ്റു 2⁻0 0 ആണ്. അത് നോട്ട് ചെയ്യണില്ല. തന്നെ ഇതെല്ലാം സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 98. സോ 98 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? തന്നിരിക്കുന്ന ബൈനറി നമ്പറിൻ്റെ ഈക്വലൻറ്റ് ഡെസിമൽ നമ്പർ. അത് നമ്മൾ നോട്ട് ചെയ്തു, ബേസ് 10 ആയിട്ട് നോട്ട് ചെയ്തു. നെക്സ്റ്റ്, കൺവേർട്ടിംഗ് ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ. ബൈനറി ഫ്രാക്ഷൻ തന്ന് അതിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാം? സമ്മിങ് അപ്പ് ദ പ്രോഡക്റ്റ് ഓഫ് ഈച്ച് ബിറ്റ് ആൻഡ് ഇറ്റ്സ് വെയ്റ്റ്. Weights of binary fractions are negative powers of 2, that is 2⁻1, 2⁻2, 2⁻3, etc. ഒരു ബൈനറി ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സമ്മിങ് അപ്പ് ദ പ്രോഡക്റ്റ് ഓഫ് ഈച്ച് ബിറ്റ് ആൻഡ് ഇറ്റ്സ് വെയ്റ്റ്. ഓരോ ബിറ്റിനെയും അതിൻ്റെ വെയ്റ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വെയ്റ്റ്സ് എല്ലാം നമ്മൾ പവർ ഓഫ് 2ൻ്റെ നെഗറ്റീവ് പവേഴ്സ് ആണ് എടുക്കേണ്ടത്. പോസിറ്റീവ് പവേഴ്സ് അല്ല, നെഗറ്റീവ് പവേഴ്സ്. എങ്ങനെയാണ്? 2⁻1, 2⁻2 എന്ന ഓർഡറിൽ വരുന്ന വിധത്തിലാണ് 2ൻ്റെ പവേഴ്സ് നമ്മൾ എടുക്കേണ്ടത്, നെഗറ്റീവ് പവേഴ്സ് നമ്മൾ എടുക്കേണ്ടത്. എക്സാമ്പിൾ, കൺവേർട്ട് 0.101 ബേസ് 2 ടു ഡെസിമൽ. ഇവിടെ നോക്കൂ, 0.101 ആണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. പോയിന്റിന് ശേഷം വരുന്ന നമ്പേഴ്സ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അന്നേരം ആദ്യം കാണുന്ന ബിറ്റിൻ്റെ പൊസിഷണൽ വാല്യൂ എന്താണ്? -1 ആണ്. വെയിറ്റ് എന്ത് വരും? 2⁻1. പിന്നെ കാണുന്ന ബിറ്റിൻ്റെ -2 ആണ്. 2⁻2 ആയിരിക്കും അതിൻ്റെ വെയിറ്റ്. അടുത്ത് -3 ആണ്. അതിൻ്റെ വെയിറ്റ് എന്ത് വരും? 2⁻3. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് കാണാണ്, ഓരോ ബിറ്റും അതിൻ്റെ വെയിറ്റുമായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കാണാം. 1 ഇൻറ്റു 2⁻1 സം ചെയ്യാൻ പറഞ്ഞിട്ട്. സോ പ്ലസ് അടുത്ത ബിറ്റ് ഏതാണ്? 0 ആണ് അല്ലേ? സോ 0 ഇൻറ്റു 2⁻2 പ്ലസ് അടുത്ത ബിറ്റ് 1 ആണ്. 1 ഇൻറ്റു 2⁻3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2⁻1. 2⁻1 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി 1/2 ആണ്. 1/2. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.5 പ്ലസ് ഈ ടേം എന്തായി മാറി? 0 ആയിട്ട് മാറി. ദെൻ ഈ ടേം എന്താണ്? 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് എന്താണ് ആൻസർ? 0.125. ഇതെല്ലാം സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 0.625. ഇതാണ് ബൈനറി ഫ്രാക്ഷൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ. ഡെസിമൽ നമ്പർ ബേസ് 10 നമ്മൾ നോട്ട് ചെയ്തു. കൺവേർട്ട് 1010.11 ബേസ് 2 ടു ഡെസിമൽ. ഇതിൽ നോക്കൂ, 2 പോർഷൻ ഉണ്ട് അല്ലേ? ഇൻറ്റിജർ പാർട്ടുണ്ട്, അതുപോലെ ഡെസിമൽ പോർഷനുണ്ട്, ഫ്രാക്ഷണൽ പോർഷൻ. ആദ്യത്തെ പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ടില്ലേ ഇൻറ്റിജർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. പിന്നെ ഈ സെക്ഷൻ, അതായത് ഫ്രാക്ഷണൽ പോർഷൻ, നമ്മൾ നെഗറ്റീവ് വെയിറ്റ് ഇട്ടിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇൻറ്റിജർ പോർഷൻ 1 ഇൻറ്റു 2⁻3 പ്ലസ് 0 ഇൻറ്റു 2⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻1 പ്ലസ് 0 ഇൻറ്റു 2⁻0. നമുക്ക് 10 ആൻസർ കിട്ടി. അതുപോലെ ഈ ഒരു പോർഷൻ 0.11 ബേസ് 2നെ എങ്ങനെ നമ്മൾ ചെയ്യുന്നു? നെഗറ്റീവ് വെയിറ്റ്സ് ഇട്ടിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 1 ഇൻറ്റു 2⁻1 പ്ലസ് 1 ഇൻറ്റു 2⁻2. നമുക്ക് എന്ത് കിട്ടി? 0.75. ഇതെല്ലാം നമ്മൾ ക്ലബ് ചെയ്ത് എഴുതാം. ആദ്യത്തെ പോർഷൻ 10 പോയിന്റ്, രണ്ടാമത് കിട്ടിയത് 0.75. നെക്സ്റ്റ്, ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ. ഒരു ഒക്ടൽ നമ്പർ തന്ന് അതിൻ്റെ ഡെസിമൽ നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇത് ബൈനറി നമ്പർ തന്ന് അതിൻ്റെ ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കുന്ന അതേ മെത്തേഡാണ്. പക്ഷേ ഓരോരോ ഡിഫറൻസ്. അവിടെ പവേഴ്സ് ഓഫ് 2 എടുത്തു, അതിന് പകരം ഇവിടെ എന്തെടുക്കണം? പവേഴ്സ് ഓഫ് 8 ആണ് എടുക്കേണ്ടത്. 8⁻0, 8⁻1, 8⁻2, etc. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, കൺവേർട്ട് 157 ബേസ് 8 ടു ഡെസിമൽ. ആദ്യത്തെ ഡിജിറ്റ് എടുത്തു, 1 ആണല്ലേ? 1 ഇൻറ്റു അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? 8⁻2. കാരണം ഈ 1ൻ്റെ പൊസിഷണൽ വാല്യൂ എന്താണ്? 2 ആണല്ലേ? ദാറ്റ് ഈസ് 0, 1, 2.
സോ വെയിറ്റ് എന്ത് വരും? 8^2. സോ 1 into 8^2 plus 5. 5 into 8^1. ഇവിടെ 5ൻ്റെ പൊസിഷണൽ വാല്യൂ 1 ആണ്. 5നെ അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8^1 plus 7 into 8^0. 7ൻ്റെ പൊസിഷണൽ വാല്യൂ 0 ആണ്. സോ വെയിറ്റ് 8^0. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതൂ. 64 പ്ലസ് 40 പ്ലസ് 7. 7ൻ്റെ 8^0 8^0 എന്ന് പറയുന്നത് 1 ആണ്. സോ 7 into 1 that is 7. നമുക്ക് സം ചെയ്തു 111. കൺവേർട്ട് 1005 ബേസ് 8 ടു ഡെസിമൽ. ഇവിടെയും അതേ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാണ്. 1 into ഈ 1ൻ്റെ പൊസിഷൻ വാല്യൂ 3 ആണ്. സോ 8^3 പ്ലസ് 0 into 8^2 പ്ലസ് 0 into 8^1 പ്ലസ് 5 into 8^0. നമ്മൾ പ്രൊഡക്റ്റ് 512. ഈ രണ്ട് ടേമും 0 ആയിട്ട് പോയി. സോ ലാസ്റ്റ് 5 into 1 that is 5. സം ചെയ്ത് നമുക്ക് കിട്ടി 517. സോ ബേസ് 10 ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്ന് അതിൻ്റെ ഡെസിമൽ നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇപ്പം ഇത്രയും നേരം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ 16ൻ്റെ പവേഴ്സ് ആണ് എടുക്കേണ്ടത്. 16^0, 16^1, 16^2. അതുപോലെ ഇവിടെ ഓരോ ഡിജിറ്റിനെയും നമ്മൾ 16ൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ വരുന്ന ABCDEF എന്നുള്ള ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറിലെ നമ്പർ എടുത്തിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 16ൻ്റെ പവേഴ്സ് ആയിട്ട്. അങ്ങനെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് കൺവേർട്ട് AB ബേസ് 16 ടു ഡെസിമൽ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എന്താ വരുന്നത്? A ആണല്ലേ. സോ എയുടെ കറസ്പോണ്ടിങ് നമ്പർ എന്താണ്? 10 ആണല്ലേ. സോ 10 ഇൻറ്റു എയുടെ പൊസിഷൻ വാല്യൂ എന്താണ്? അതായത് 10ൻ്റെ പൊസിഷൻ വാല്യൂ 1 ആണ്. അപ്പോൾ വെയിറ്റ് എന്ത് വരും? 16^1 പ്ലസ് അടുത്തത് എന്താ നോക്കൂ, B ആണല്ലേ. B എന്താ? ശരിക്കും 11 ആണ്. സോ 11 ഇൻറ്റു പൊസിഷണൽ വാല്യൂ ഓഫ് B 0. സോ 16^0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 160 പ്ലസ് 11. സം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 171. സോ AB ബേസ് 16ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്താണ്? 171. ബേസ് 10 ആയിട്ട് എഴുതാം. അടുത്ത എക്സാമ്പിൾ കൺവേർട്ട് 2D5 ബേസ് 16 ടു ഡെസിമൽ. നേരത്തെ കണ്ട പോലെ തന്നെ ആദ്യം 2 എടുക്കുന്നു. 2 ഇൻറ്റു 2ൻ്റെ പൊസിഷൻ വാല്യൂ 2 ആണ്. സോ 16^2 ആണ് അതിൻ്റെ വെയിറ്റ്. പ്ലസ് അടുത്ത നമ്പർ D ആണ്. D കറസ്പോണ്ടിങ് എന്താണ്? 13 ആണ് അല്ലേ. സോ 13 ഇൻറ്റു 16^1 പ്ലസ് 5 ഇൻറ്റു 16^0. ദാറ്റ് ഈസ് 512 പ്ലസ് 208 പ്ലസ് equal to 725. So 725 is the decimal number of 2D5 base 16. Octal to binary conversion. ഇതുവരെ കണ്ട കൺവേർഷനിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അതേസമയം വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺവേർഷൻ മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ. ഒരു ഒക്ടൽ നമ്പർ തന്ന് അതിനെ ബൈനറി നമ്പറിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്കറിയാം. ഒക്ടൽ 2^3 എന്ന് പറയുന്നത് എന്താ? 8 ആണല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ബിറ്റ്സ് യൂസ് ചെയ്ത് ഒക്ടലിലെ ഒരു ഡിജിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഒക്ടലിൽ നിന്ന് ഒരു ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് by converting each octal digit into 3-bit binary equivalent. ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും 3 ബിറ്റുള്ള ഒരു ബൈനറി ഇക്വലന്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ എങ്ങനെയാണ് ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് ബൈനറി ഇക്വലന്റ് ആക്കി മാറ്റിയിരിക്കണേന്ന് നോക്കാം. 0 ഫസ്റ്റ് 0 ആണ്. ഒക്ടലിലെ 0ന് നമ്മൾ 3 ബിറ്റ്സ് 3 ബിറ്റുകളുള്ള ബൈനറിക്ക് മാറ്റുകയാണെങ്കിൽ ലെങ്ത് എന്തായാലും 3 വേണമല്ലേ. 3 ബിറ്റുകളാണ്. 0 ഏതായാലും 3 zeros ആണ്. ദെൻ 1 എങ്ങനെ നമുക്ക് എഴുതാം?
001. 2 എങ്ങനെ എഴുതാം? 010. 3 011. 4 100. 5 101. 6 110 and 7 111. ഇത് ഒക്ടലിലെ ഓരോ ഡിജിറ്റ് ആണ്. ഒക്ടലിലെ ഓരോ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് 3-ബിറ്റ് റെപ്രസെൻറ്റേഷനിൽ, ബൈനറി റെപ്രസെൻറ്റേഷനിൽ എഴുതിയിരിക്കുന്ന ഒരു ടേബിളാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പ്രോബ്ലം നോക്കാം. കൺവേർട്ട് 437 ബേസ് 8 ടു ബൈനറി. 437 എന്നുള്ളൊരു നമ്പർ, ആ നമ്പറിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്കറിയാലോ. നമ്മൾ കണ്ടത് ബൈനറിയിലേക്ക് ഒരു ഒക്ടൽ ഡിജിറ്റിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് 3-ബിറ്റ് നമ്പറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 437 ഇങ്ങനെ എഴുതിയിട്ട് ഓരോ ഡിജിറ്റിനെയും 3 ബിറ്റ്സ് ലെങ്ത്തിലുള്ള ബൈനറി നമ്പറാക്കി മാറ്റാം. 7 നമുക്കറിയാം. 7ന്റെ 3-ബിറ്റ് ലെങ്ത് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടേബിൾ നോക്കൂ, 111 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ 7 111 ആണ്. 3 എന്താണ്? 011. സോ 3യുടെ കറസ്പോണ്ടിങ് 011 എഴുതി. ദെൻ 4 100. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 437 എന്നുള്ള ഓക്ടൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി ഇതെല്ലാം നമ്മൾ ക്ലബ് ചെയ്ത് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് 100 100, then 011 011, then 111 111 base 2. Next, convert 7201 base 8 to binary. നേരത്തെ കണ്ട പോലെ തന്നെ ഒക്ടലിലുള്ള ഓരോ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് 3-ബിറ്റ് ലെങ്ത് ഉള്ള ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ 7 എന്താണ്? 111. 2 എന്താണ്? 010. 0 000, then 1001. അതിനുശേഷം ഇതെല്ലാം ഒരുമിച്ച് ക്ലബ് ചെയ്ത് എഴുതാം. 111 010 000 001 ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ ബേസ് 2 ആണെങ്കിൽ എന്തായി? ബൈനറി ഈക്വലന്റ് നമ്പറായി. നെക്സ്റ്റ്, ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്ന് അതിൻ്റെ ബൈനറി ഈക്വലന്റ് ആണ് കാണേണ്ടത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിലുള്ള ഓരോ ഡിജിറ്റിനെയും 4-ബിറ്റ് ബൈനറി ഈക്വലന്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഇതെങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ 2⁴ എന്താണ്? നമുക്ക് 16 ആണല്ലേ. 2⁴ എന്ന് പറയുന്നത് 16 ആണ്. സോ ആ 4-നുള്ള നമ്പർ, അതായത് 4-നുള്ള ബിറ്റ്സ്, അത്രയും ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് ഹെക്സയിലുള്ള ഒരു ഡിജിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ബൈനറിയിൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ടേബിൾ കാണാണ്. 0 to F വരെയുള്ള ഹെക്സയിലുള്ള സിമ്പിൾസിൻ്റെ കറസ്പോണ്ടിങ് 4-ബിറ്റ് ബൈനറി ഈക്വലന്റ്. ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ടേബിൾ 0നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. 000. 1 എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? 4-ബിറ്റ് ലെങ്തിലെ 0001. 2 0010. 3 0011. 4 0100. 5 0101. 6 0110. 7 0111. 8 1000. 9 1001. A 1010. B 1011. C 1100. D 1101. E 1110 and last F 1111. ഈ ടേബിൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. then നമുക്ക് പ്രോബ്ലം നോക്കാം. കൺവേർട്ട് AB ബേസ് 16 ടു ബൈനറി. ABനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. AB നമ്മൾ നോട്ട് ചെയ്തു. ദെൻ എയുടെ കറസ്പോണ്ടിങ് 4-ബിറ്റ് ബൈനറി ഈക്വലന്റ് ഏതാ നോക്കൂ. എ എന്ന് പറയുന്നത് ഏകദേശം എന്താണ്? 10 ആണല്ലേ. സോ എയുടെ കറസ്പോണ്ടിങ് 4-ബിറ്റ് ബൈനറി ഈക്വലന്റ് എന്ന് പറയുന്നത് എന്താണ്? 1010. സോ 1010 നോട്ട് ചെയ്തു. അതിനുശേഷം ബിയുടെ 4-ബിറ്റ് ഈക്വലന്റ് എന്ന് പറയുന്നത് എന്താണ്? 1011. 11 ആണ്. സോ 1011.
അതും നോട്ട് ചെയ്തു. അതിനുശേഷം രണ്ടും കൂടെ ക്ലബ് ചെയ്യുക. 10 10 then 1011 base 2. Next problem, convert 2F15 base 16 to binary. ഇതുപോലെ നമ്മൾ ഓരോ ഹെക്സാ ഡിജിറ്റിനെയും നോട്ട് ചെയ്തു. അതിനുശേഷം 2ന്റെ കറസ്പോണ്ടിങ് 4-bit ബൈനറി റെപ്രസെൻറ്റേഷൻ നമ്മൾ നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 0010 then F1111 4 ones ആണ്. then 1ന്റെ 0001 then 5ന്റെ 0101. ഓരോ ഡിജിറ്റിനെയും നമ്മൾ 4-bit ബൈനറി ഈക്വലൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവരെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് എഴുതാം. ദാറ്റ് ഈസ് 0010 ഇവിടെയുള്ള സീറോസിന് വാല്യൂ ഇല്ലാത്ത കാരണം അത് മാറ്റി എന്നേ ഉള്ളൂ. അത് ഇതോടുകൂടെ എഴുതുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. 010 0010 എന്ന് എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ദെൻ ബാക്കിയുള്ള നമ്പേഴ്സ് 1111 001 ദെൻ 0101 ബേസ് 2. നെക്സ്റ്റ്, ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. ഒരു ബൈനറി നമ്പർ തന്ന് അതിനെ ഒക്ടലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ വളരെ ഈസിയാണ്. ഇപ്പം നമുക്ക് ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തേ? ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും 3-bit റെപ്രസെൻറ്റേഷനിലുള്ള ബൈനറിയാക്കി മാറ്റി. അപ്പം നേരെ തിരിച്ച് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡിജിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. സോ ഗ്രൂപ്പിംഗ് ബൈനറി ഡിജിറ്റ്സ് to group of 3 bits and then each group is converted to its octal equivalent. One point is to remember that it should be start from, that is the grouping should be start from right to left. ഒരു നമ്പേഴ്സിനെ നമ്മൾ ബിറ്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഗ്രൂപ്പിംഗ് ചെയ്യേണ്ടത്. ആ ഒരു പോയിന്റാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. Convert 1011001111 base 2 to octal. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ബൈനറിയിൽ നിന്നും ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഗ്രൂപ്പിംഗ് ഓഫ് 3 ബിറ്റ്സ്. അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റ് നിന്നും ലെഫ്റ്റിലേക്ക് ആണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണോ നമ്പർ, ആ നമ്പറാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ 3 ബിറ്റ്സിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റാണ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ത് വരും? 111. അതൊരു ഗ്രൂപ്പാണ്. അതിനുശേഷം 001. അടുത്ത ഗ്രൂപ്പ് 101. ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് 111 100 010. ഗ്രൂപ്പിംഗ് കഴിഞ്ഞു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ എഴുതാം. 111. 111 എന്ന് പറയുന്നത് എന്താണ്? 0 ആണല്ലേ. നമ്മളൊരു ടേബിൾ നോക്കിയിരുന്നു. ആ ടേബിളിൽ നിന്ന് നമുക്കറിയാം 111 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 100 എന്താണ്? 4 ആണ്. 101 5 ആണ്. എങ്ങനെയെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ബൈനറി നമ്പർ എന്താണ് കറസ്പോണ്ടിങ് ഒക്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 547 ബേസ് 8. നെക്സ്റ്റ് പ്രോബ്ലം, കൺവേർട്ട് 10011000011 ബേസ് 2 ടു ഒക്ടൽ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുക? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് ബിറ്റ്സിനെ. അങ്ങനെയെങ്കിൽ ആദ്യം കാണുന്ന ബിറ്റ്സ് ഏതാണ്? 110 എന്നുള്ളൊരു ഗ്രൂപ്പാണ്. അതിനുശേഷം 000 എന്നുള്ള അടുത്ത ഗ്രൂപ്പ് കിട്ടി. അതിനുശേഷം 110 എന്നുള്ളൊരു ഗ്രൂപ്പ് കിട്ടി. അതിനുശേഷം 01 ഒരു 0 നമ്മൾ ആഡ് ചെയ്യാം. കാരണം എന്താണ്? ഇവിടെ 2 ബിറ്റുകൾ 3 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 ആഡ് ചെയ്തു. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർ ഗ്രൂപ്പിംഗ് if the leftmost group doesn't have 3 bits then add leading zeros to form 3-bit binary. നമുക്ക് ഒരു 0 ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ബിറ്റ് കിട്ടി. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ആ 0 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൂപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഏതെങ്കിലും കേസിൽ
ഒരു ബിറ്റായിട്ട് നിൽക്കേ അല്ലെങ്കിൽ 2 ബിറ്റായിട്ട് നിൽക്കേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയും ബിറ്റ്സ് ആഡ് ചെയ്യണം. 3 ആവാനായിട്ട് എത്രയോ ബിറ്റ് ആഡ് ചെയ്യണ്ടേ അത്രയും ബിറ്റ് ആഡ് ചെയ്യണം. പക്ഷെ അത് 0 ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ 0 1 1 എന്നുള്ള ആ ഗ്രൂപ്പിലെ 3 ഡിജിറ്റിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അടുത്ത എന്താണ്? 0 ആണ്. അടുത്ത എന്താണ്? 3 ആണ്. അടുത്ത എന്താണ്? 2 ആണ്. ഇനി ഈ ഡിജിറ്റുകളെല്ലാം ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഒക്ടൽ നമ്പർ കിട്ടി. ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് എങ്ങനെ മാറ്റാം? ഗ്രൂപ്പിംഗ് ബൈനറി ഡിജിറ്റ്സ് ടു ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് 4 ബിറ്റ്സ് and then each group is converted to its hexadecimal equivalent. Start grouping from right to left. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇവിടെ 4 ബിറ്റ്സിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റണം തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ. ഗ്രൂപ്പിംഗ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അതൊരിക്കലും മറക്കരുത്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് ഗ്രൂപ്പിംഗ് ആരംഭിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. കൺവേർട്ട് 101100111010 ബേസ് 2 ടു ഹെക്സാഡെസിമൽ. അപ്പം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ ഗ്രൂപ്പ് ചെയ്യണം. എത്ര വെച്ചിട്ട്? 4 ബിറ്റ്സിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റണം. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. നമുക്ക് നോക്കാം. ആദ്യം 0 1 0 1 4 ബിറ്റായില്ലേ? അതൊരു ഗ്രൂപ്പ്. ദെൻ 1 1 0 0 അടുത്ത ഗ്രൂപ്പ് കിട്ടി. ദെൻ 1 1 0 1 അടുത്ത ഗ്രൂപ്പും കിട്ടി. ഇതിനെ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യുകയാണെങ്കിൽ 1 0 1 0 എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. 0 0 1 1 എന്താണ്? 3 ആണ്. 1 0 1 1 ബി ആണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ ബേസ് 16 കിട്ടിയിട്ടുണ്ട്. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഒക്ടൽ നമ്പറിൽ നിന്ന് ഹെക്സാഡെസിമൽ നമ്പറിലേക്കുള്ള കൺവേർഷൻ എങ്ങനെയാണെന്ന് ഇവിടെ 2 സ്റ്റെപ്സ് ചെയ്യണം. ഫസ്റ്റ് ഒക്ടൽ നമ്പർ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒക്ടലിൽ നിന്നും ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 2 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒക്ടൽ നമ്പറിനെ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ബൈനറിനെ ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്തായി? ഒക്ടൽ ടു ഹെക്സ നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. കൺവേർട്ട് 457 ബേസ് 8 ടു ഹെക്സാഡെസിമൽ. തന്നിരിക്കുന്ന ഒക്ടൽ നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് ഫോർമുല? ഫസ്റ്റ് കൺവേർട്ട് ഒക്ടൽ നമ്പർ ടു ബൈനറി, ദെൻ ബൈനറി ടു ഹെക്സ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഗിവൺ നമ്പർ 457 നമ്മളിവിടെ നോട്ട് ചെയ്തു. ഈ നമ്പറിനെ ആദ്യം നമ്മൾ എന്താ ചെയ്യണത്? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? 3 ബിറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതാണ്. ഓരോ ഡിജിറ്റിൻ്റെയും 3 ബിറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. 7ൻ്റെ 3 ബിറ്റ് എന്താണ്? 111, 5ൻ്റെ 101, 4ൻ്റെ 100. നമ്മൾ ക്ലബ് ചെയ്ത് എഴുതി. അപ്പം എന്ത് കിട്ടി നമുക്ക് ഈ സ്റ്റെപ്പിൽ? ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ബൈനറി നമ്പർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെക്സ കിട്ടാൻ എളുപ്പമല്ലേ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബൈനറി നമ്പറിനെ 4 ബിറ്റ്സ് ഉള്ള ഗ്രൂപ്പാക്കി മാറ്റി അങ്ങനെ ഓരോ 4 ബിറ്റ് ഗ്രൂപ്പിനെയും കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഡിജിറ്റാക്കി മാറ്റാം. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ബൈനറി. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 ബിറ്റ്സിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 4 ബിറ്റ് 1 2 3 4 നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാ? 0 1 0 0 0 1 0 0. ദെൻ അടുത്തത് 1 ആണല്ലേ? 1 ഒറ്റയ്ക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ 3 സീറോസ് ആഡ് ചെയ്യണം. എങ്കിലാണ് 4 ബിറ്റിൻ്റെ ഗ്രൂപ്പ് ആവുള്ളൂ. ഇത്രയും 3 ബിറ്റ്സ് 0 നമ്മൾ ആഡ് ചെയ്തു.
ടോട്ടൽ 4 ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സ നമ്മൾ കണ്ടുപിടിക്കുക. 1111 എന്നുള്ളത് എന്താണ്? എഫ് ആണ്. 0010 2 ആണ്. 001 എന്നുള്ളത് 1 ആണ്. അപ്പം എന്ത് കിട്ടും? 1 2 എഫ് ബേസ് 16. അപ്പം തന്നെ ഒക്ടൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ്, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഹെക്സാഡെസിമൽ തന്നിട്ട് ഒക്ടൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെയും 2 സ്റ്റെപ്സ് ആണ്. വളരെ ഈസി മെത്തേഡിലാണ് നമ്മളിവിടെ കാണുന്നത്. 2 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് ഹെക്സാഡെസിമൽ തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ആ ബൈനറി നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഹെക്സ ടു ബൈനറി ദെൻ ബൈനറി ടു ഒക്ടൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹെക്സ ടു ഒക്ടൽ കിട്ടും. നമുക്ക് പ്രോബ്ലം നോക്കാം. കൺവേർട്ട് എ ടു ഡി ബേസ് 16 ഇൻറ്റു ഒക്ടൽ ഈക്വലൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെത്തേഡ് എന്താണ്? ഹെക്സയിൽ നിന്ന് ഇപ്പോൾ തന്നിരിക്കുന്ന ഹെക്സ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഹെക്സയിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കറിയാലോ. ഓരോ ഹെക്സ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് 4-ബിറ്റ് ബൈനറി ഗ്രൂപ്പാക്കി മാറ്റി, അല്ലേ? ഓരോ ഹെക്സ ഡിജിറ്റിനെയും 4-ബിറ്റ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിയുടെ 1101, 2ൻ്റെ 0010, എയുടെ 1010. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തന്ന ഹെക്സാഡെസിമൽ തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ഫോം കിട്ടി. ഈ ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കറിയാം. എന്താണ് ചെയ്യേണ്ടത്? തന്ന ബൈനറി നമ്പറിനെ 3 ബിറ്റ്സ് ഗ്രൂപ്പാക്കി മാറ്റി ഓരോ 3 ബിറ്റ്സിനെയും കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റാക്കി മാറ്റാം. അങ്ങനെ വരുമ്പോൾ ഇതാണ് ആ നമ്പർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഗ്രൂപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് 101 നോട്ട് ചെയ്തു. ദെൻ 101 അഗെയിൻ അത് നോട്ട് ചെയ്തു. ദെൻ 000 അടുത്ത ഗ്രൂപ്പ് നോട്ട് ചെയ്തു. ദെൻ 101 ഓരോ ഗ്രൂപ്പിൻ്റെയും റെസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് നോട്ട് ചെയ്തു. ആദ്യത്തെ 5 ആണ്, പിന്നെ 5 0 5. ദെൻ ഇവരെ ഒരു ഓർഡറിൽ എഴുതാം. ദാറ്റ് ഈസ് 5 0 5 5 ബേസ് 8. ദെൻ ഇവിടെ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ കൺവേർഷനും എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഡെസിമൽ ടു ബൈനറി. ഡെസിമൽ നമ്പർ തന്ന ഇതിനെ ബൈനറിയിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാന്ന് അറിയാലോ. റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ആൻഡ് ഗ്രൂപ്പിംഗ് ദ റിമൈൻഡേഴ്സ്. ദെൻ സെക്കൻഡ് ഡെസിമൽ ടു ഒക്ടൽ. റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8 ആൻഡ് ഗ്രൂപ്പിംഗ് ദ റിമൈൻഡേഴ്സ്. Then third decimal to hexadecimal, repeated division by 16 and grouping the remainders. At the section, binary to decimal. Binary to decimal, multiply binary digit by placing value, that is power of 2, and find their sum. Then octal to decimal, multiply octal digit by place value, that is power of 8, and find their sum. Next, hexadecimal to decimal. Multiply hexadecimal digit by place value, that is power of 16, and find their sum. Octal to binary, converting each octal digit to its 3-bit binary equivalent. Then hexadecimal to binary, converting each hexadecimal digit to its 4-bit binary equivalent. Next, binary to octal, grouping binary digits to grouping of 3 bits from right to left. Next, binary to hexadecimal, grouping binary digits to group of 4 bits from right to left. Next, octal to hexadecimal, convert octal to binary and then binary to hexadecimal. Then last, hexadecimal to octal, convert hexadecimal to binary and then binary to octal.